എൻ്റെ കുഞ്ഞിയുടെ സംഗീത് ഹെൽത്തി പിന്നെ കല്യാണം പോലത്തെ ഫംഗ്ഷൻസ് വരുന്നതുകൊണ്ട് ചെറിയൊരു പർച്ചേസ് നടത്തിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഓൾറെഡി ഒരു വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ബേസ്ഡ് ആയിട്ട് തന്നെ ഒരു വ്ളോഗ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അതിന് തന്നെ കുറച്ച് പല പല കളേഴ്സിലുള്ള ഹെയർ ബാൻഡ്സ് ആണ്. പിന്നെ ബ്ലാക്ക് കളറിലുള്ള ഹെയർ ബാൻഡ്സ് വാങ്ങിച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ. അതിനുശേഷം നമ്മൾ കല്യാണത്തിന് നമ്മൾ വൈറ്റ് ബീഡ്സ് ഉള്ള ഈ ഒരു സംഭവമാണ് കേട്ടോ കെട്ടുന്നത്. ബൺ ഹെയർ സ്റ്റൈലാണ് കെട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടി എനിക്കും എൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ടുള്ള 2 വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സേഫ്റ്റി പിൻസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ബാംഗിൾസ് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പർപ്പിൾ ഒരു വയലറ്റ് പോലത്തെ കളറിൽ നല്ല അടിപൊളി ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ്. എനിക്ക് നല്ല ഈ ഒരു പർപ്പിൾ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ വന്നിട്ട് എന്താണ്, നമ്മൾ കുറച്ച് ബിന്ദീസൊക്കെയാണ് കളർഫുൾ ആയിട്ടുള്ളത്, കളേഴ്സിലുള്ള ബിന്ദീസും. പിന്നെ അത് ഞാനിപ്പോൾ തം ഫിംഗർ വെച്ച് തൊട്ട് കാണിച്ചു, അതായത് ആദ്യം എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു നെറ്റിച്ചുട്ടിയാണ് കേട്ടോ എൻ്റെത്. അത് നമ്മൾ ഹൽദിക്ക് വെക്കാനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. പിന്നെ ഉള്ളത് എൻ്റെ അനിയത്തിയുടെ ചോക്കറാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഹൽദിക്ക് വെക്കാൻ വേണ്ടി വാങ്ങിച്ചുള്ളതാണ് കേട്ടോ. ഇതും എനിക്ക് ഹൽദിക്ക് വെക്കാമെന്ന് വിചാരിച്ചതാണ്. ഇതില്ലെങ്കിൽ എൻ്റെ അനിയത്തിയുടെ പോലത്തെ മറ്റൊരു ചോക്കർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഇടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. കാരണം ഇത് ചെറിയൊരു യെല്ലോയിഷ് കളർ വൈറ്റ് ബീഡ്സ് തന്നെയാണ്, പക്ഷേ ഒരു യെല്ലോയിഷ് കളറും കൂടെ മിക്സ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് വേറെ ഇടണോ ഏതാണെന്ന് വെച്ചാൽ പെയറപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതിൽ ചെറിയൊരു പീക്കോക്കിൻ്റെയൊക്കെ ഒരു ഡിസൈൻ പോലെ വരുന്നുണ്ട്. പിന്നെ എനിക്കും എൻ്റെ അനിയത്തിക്കും ഒരേപോലത്തെ ചോക്കറാണ് വാങ്ങിച്ചത്. ഇത് കല്യാണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇയറിങ്സ് വരുന്നുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇയറിങ്സ് വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, കുറച്ച് മോയ്സ്ചറൈസറും അങ്ങനത്തെ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ്. കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല. അപ്പം ആദ്യം നമ്മൾ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. മോയ്സ്ചറൈസർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ലാക്മേയുടേതാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അടുത്തത് വരുന്നത് ഫൗണ്ടേഷനാണ്. നമ്മുടെ കറക്റ്റ് ഷെയ്ഡ് നോക്കി നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. നമ്മുടെ ഇരിക്കുന്ന ഫൗണ്ടേഷൻ ആണെങ്കിൽ നമ്മുടെ കറക്റ്റ് ഷെയ്ഡല്ല, കുറച്ചുകൂടി എന്താ പറയുക ബ്രൈറ്ററാണ്. അത് അല്ലാതെ നമ്മുടെ സ്റ്റിക്ക് ഫൗണ്ടേഷൻ മാത്രമാണ് നമ്മുടെ കറക്റ്റ് ഷെയ്ഡുള്ളത്. അപ്പോൾ നമ്മൾ ലിക്വിഡ് ഫൗണ്ടേഷനും കൂടെ കറക്റ്റ് ഷെയ്ഡിലുള്ള പോയി വാങ്ങിച്ചതാണ് കേട്ടോ. അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ സ്വന്തം ഫേസ് സ്കാൻഡയുടെ സ്ട്രോപ്പ് ക്രീമാണ് കേട്ടോ. നമ്മൾ കുറച്ച് നാളായി ഇത് വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഈ മാസം നമ്മുടെ കല്യാണം വരുന്നതുകൊണ്ട് ഈ ഒരു സമയത്ത് തന്നെ അങ്ങ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ട്രോപ്പ് ക്രീം നമ്മൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ തുറന്നപ്പോൾ തന്നെ ജസ്റ്റ് ആ ലുക്കൊക്കെ ഒന്ന് നോക്കി. അതിൻ്റെ ആ ഒരു ഔട്ടർ സർഫസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ലൈറ്റിൽ ഇങ്ങനെ നമ്മൾ കാണിക്കുന്ന സമയത്ത് കണ്ടില്ലേ പല പല കളേഴ്സ് അപ്പിയർ ആവുന്നുണ്ട്. സോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൻ്റെ ഒരു സംഭവം, ഈ ഒരു ഔട്ടർ സർഫസ്. അതിനുശേഷം ഞാൻ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, സംഭവം എങ്ങനെയാണ് സംഭവം. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് നമ്മൾ ഗ്ലിറ്ററി ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഫീലാണ് തോന്നിയത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഗ്ലിറ്ററി ഫീലാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഫൗണ്ടേഷൻ മിക്സ് ചെയ്തിട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. പക്ഷേ ഞാൻ അല്ലാണ്ടാണ് അപ്ലൈ ചെയ്ത് നോക്കിയത്. സംഭവം ഞാൻ ഈ പറഞ്ഞ പോലെ സിൽവർ കളറിൽ ഗ്ലിറ്ററി ഫീലായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ ഇയറിങ്സിൻ്റെ കാറ്റഗറിയാണ്. അപ്പോൾ ഇയറിങ്സ് വന്നിട്ട് ഇതെൻ്റെ അനിയത്തിയുടെയാണ് കേട്ടോ. സിൽവർ കളറിൽ എൻ്റെതാണ് ഈ ഒരു സിൽവർ കളറിലുള്ളത്. പിന്നെ ഗോൾഡൻ കളറിലുള്ളത് എൻ്റെ അനിയത്തിയുടെയാണ്. അത് ഞാൻ അടുത്തായിട്ട് കാണിക്കാം കേട്ടോ. ഇതെൻ്റെ അമ്മയുടേതാണ് കേട്ടോ. അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചൊരു സിൽവർ കളറിൽ തന്നെ ഇയറിങ്സ് ആണ്. അടുത്തതാണ് എൻ്റെ അനിയത്തിയുടേത് വരുന്നത് കേട്ടോ. ആദ്യം കാണിച്ചത് എൻ്റെതാണ് ആ സിൽവർ കളറിലത്. ഈ ഗോൾഡൻ കളറിൽ വരുന്നത് എൻ്റെ അനിയത്തിയുടേതുമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം? 3 സെറ്റ് ഓഫ് ഇയറിങ്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബിന്ദിയുടെ ഈ ഒരു ലവ് ഷേപ്പാണെന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.